ഞാൻ ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ആണ് ഇട്ടത്, ട്യൂണ സാൻഡ്വിച്ച്. എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ? മീനാണ് ഇട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്, ചൂര മീൻ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്റെ പൊന്നേ, ഈ ഷെഫിനോടാണ് കളി. ഈശ്വര, ഏതേട്ടാ സംഗതി ഉഷാറായിട്ടുണ്ട്. സെറ്റാണ് കേട്ടോ നമ്മുടെ ട്യൂണ. ഇപ്പൊ എന്റെ ഒരു നോട്ടത്തില് മുള്ളൊന്നും ഇല്ല, എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഓ, ഇത് നല്ലോണം ഉണ്ട് കേട്ടോ. എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് കാണാൻ? ലുക്ക് അടിപൊളിയല്ലേ? വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. വെറും 10 മിനിറ്റ് മതി. ഫിഷ് കട്ട് ചെയ്യണമെങ്കിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയേക്കണെന്നുള്ളത്. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ? മീനാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്, ചൂര മീൻ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത്ര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇത്രയും വേണോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ? നോക്കി നോക്കാം, നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇത്രയും വേണ്ടി വരൂല, ഇത്രയും പൈസ തല പോവും, പിന്നെ വാലും പോവും. ഈ തല വെച്ച് നമുക്ക് വേറൊരു കാര്യം കൂടെ ഇന്നല്ല പിന്നെ. അപ്പൊ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം, ഇത് എത്ര ഉണ്ട്, സൈസ് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ഇത് നമ്മൾ ലുലുന്നാണ് കേട്ടോ മേടിച്ചേക്കണത്. ഇതിന്റെ പ്രൈസ് 389. യെല്ലോ ഫിൻ ട്യൂണ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് എത്ര കിലോ ഉണ്ട് ചേട്ടാ? 1 കിലോയിൽ കൂടുതലുണ്ട്. 2 കിലോ എടുത്തുണ്ടാവും. അയ്യോ, എന്തൊരു പാക്കിങ്ങാ. ഇവിടെ ആവാതെ ഭയങ്കര മോണോ. എന്റെ പൊന്നേ, ഞങ്ങൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ക്യാൻഡ് ട്യൂണയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണേ. ഇന്ന് നമ്മൾ വിചാരിച്ചത് സ്റ്റീം ചെയ്തുണ്ടാക്കാം. ഞാൻ മിക്ക വീഡിയോ കണ്ടതും ക്യാൻഡ് ട്യൂണയാണ്. ഭയങ്കര എളുപ്പമാണ്, കാരണം ഒന്നും ചെയ്യണ്ടല്ലോ. ഇത് നമ്മൾ ഇനി ഇത് വെട്ടണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പക്ഷെ നമുക്ക് ഞാൻ തീർക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സേതു കേട്ടോ. ഇത് നോക്കിയേ, നമുക്ക് ഈ തല എനിക്ക് തോന്നണേ ഇത് ഇവിടം വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാലേ. അപ്പൊ നമുക്ക് ഇത് ഇത്രയല്ലേ ഉള്ളൂ. നല്ല ദശക്കട്ടി ഉണ്ട്. ഞാൻ ആകെ കുളിച്ച് നാറിപ്പണ്ടാറ അങ്ങോട്ടാ. ഹാഫ് പോർഷൻ മതിയാവോ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ? നമ്മളൊന്ന് കഴുകി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഒരവി ഒക്കെ അതിന്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഭയങ്കര കുറെ ഉണ്ട്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹാഫ് മതി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ബാക്കി നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാലോ. ഓക്കെ, ഈ പീസ് എടുക്കണോ ഈ പീസ് എടുക്കണോ സാൻഡ്വിച്ചിന്? ഇതിലൊന്നും ഉണ്ടാവില്ല ചേട്ടാ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ മുറിക്കാം അല്ലേ. ഈ ഷെഫിനോടാണ് കളി. ഈശ്വര, ഇതുപോലെ ഒന്നും ആരും ചെയ്യരുതിട്ട്. ഞാൻ ചെയ്യണ പോലെ, നമുക്കറിയണ പോലെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു കത്രികയാണ് വേണ്ടത്. ഓഫ്, എത്ര നാളായി എന്നറിയ ഒരു കത്രിക മേടിച്ചു വരുന്നത്. അപ്പൊ ഇതാ നമ്മൾ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് പറ്റണ പോലെ നമ്മൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ആവി കയറ്റും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. നമ്മള് ആവി കയറ്റിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, അതെടുത്ത് പിന്നെ നമ്മൾ ഇതിന്റെ മുള്ളെല്ലാം കളഞ്ഞ് ഇങ്ങനെ അതിന്റെ മീറ്റ് മാത്രം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. അത് ഞാൻ ചെയ്യുമ്പോ പറയാന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പൊ പിന്നെ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ, പെട്ടെന്നാവും ഇത്. ഇത് കത്തിക്കാതെ ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഈ കയ്യൊക്കെ ഒന്ന് കഴുകണം, അല്ലാതെ ലൈറ്ററിലൊക്കെ പിടിച്ചാൽ മീമണോ. നിങ്ങൾക്കും കത്തിക്കാട്ടാ. അപ്പൊ നമ്മള് അത് സെറ്റാക്കി. അപ്പോഴത്തേക്ക് ഞാനൊന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരട്ടേട്ടാ. മീൻ അരിഞ്ഞപ്പോ തന്നെ നീ ടയർഡായി. ചെയ്തിട്ട് ഒരു കൊമ്പൻ സ്രാവിനല്ലേ നിങ്ങൾ കടാപ്പുറത്തുനിന്ന് പിടിച്ചോണ്ട് വന്നത്. ഞാൻ നിനക്കൊരു ഡ്രിങ്ക് തരാം, കഴിച്ചോ. നീ കൈ കഴുകുന്നു ആദ്യം. നീ ക്ഷീണിതയല്ലേ, ഇത് പിടി. ഓ, എന്തൊരു മീനപ്പൊ നമ്മൾ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചെന്ന് ഞാൻ മീൻ കട്ട് ചെയ്തപ്പോ. എന്ത് കഷ്ടത്. എന്താ അത്? കാർബണേറ്റഡ് വാട്ടർ. മധുരം ഉണ്ടോ? ഇഷ്ടപ്പെട്ട? ഇഷ്ടമായി. ഫ്ലേവർ ഉണ്ട്. ലിച്ചിയാണോ?
ലിച്ചി അല്ല, ക്രാൻബെറി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നോ ഷുഗർ ആണ് കേട്ടോ ഇതില്. വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നോ കലോറീസ്, നോ ഷുഗർ. അപ്പൊ നമ്മുടെ മെയിൻ പാർട്ട് കഴിഞ്ഞു. ഫിഷ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര എളുപ്പമാണ് സത്യത്തിൽ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട്. ഫിഷ് കട്ട് ചെയ്യാനാണ് സമയം. ഇനി നമുക്ക് ക്യാൻഡ് ട്യൂണയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പിക്കിൾഡ് കുക്കുംബർ. കുക്കുംബർ തന്നെ അല്ലേ ചെയ്തോട്ടേനെ പറയാ, ക്ലാസിക് അമേരിക്കൻ. ഇതാണ് പിക്കിൾഡ്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര പുളി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊതിപ്പിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ഇത്. അപ്പൊ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ കുക്കുംബർ വേണമെങ്കിൽ ഇടാം, പക്ഷെ സേതോട്ടൻ പറഞ്ഞ ഇത് ഈ ഒരു കുക്കുംബർ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. അതല്ലേ സാൻഡ്വിച്ച്, ഷവർമ്മ. അത് നമ്മൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്തേ. ഞാൻ വിചാരിച്ചു ഭയങ്കര റേറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 149 rupees ഉള്ളൂ കേട്ടോ. ഈ ഉപ്പിലിട്ടത് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരില്ലേ, അത്. അപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സേതോട്ടൻ ഇത് ലിങ്ക് ഒന്ന് കൊടുക്കുവോ? അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഇവന് ഇത് സേതുവിന്റെ ഹെൽപ്പ് വേണ്ടിയിരിക്കുന്നു. സേതോട്ടാ ഒന്ന് ഓപ്പൺ ചെയ്ത് തരൂ. ക്യാമറ ഓഫ് ചെയ്തോ? അതെന്താ മല്ലയ്യ? കുറച്ച് സമയം ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഇത് തുറക്കാൻ പറ്റും. തുറന്നോളൂ. ഓ, കഴിച്ചു നോക്കാം. ഓ, അടിപൊളി കേട്ടോ. എനിക്കിഷ്ടം. ഈ ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരാ. നല്ല ടേസ്റ്റുമാണ്. നല്ല ഉപ്പൊക്കെ പിടിച്ച് ഭയങ്കര നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനും അങ്ങനെ സാലഡിനൊക്കെ എടുക്കൂലേ. പിന്നെ നമ്മൾ മേടിച്ചേക്കുന്ന അമേരിക്കൻ മസ്റ്റർഡ് സോസ്, ഇത് കുറച്ച് മതി. പിന്നെ നമ്മൾ മയോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ ഇതുപോലെ ലൂസായിട്ടാണ് മേടിച്ചേക്കുന്നത്. ഇത് നഷ്ടമല്ലേ? 73 രൂപ. പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോണ ബ്രെഡ്. വൈറ്റ് ബ്രെഡ്, ഓവൻ ഫ്രഷ് എന്നും പറഞ്ഞിട്ടുള്ള ബ്രെഡ്. ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ നമുക്ക് ഓണിയനും വേണം, നമ്മുടെ മല്ലിയിലയും വേണം. അപ്പൊ നമുക്ക് ഫിഷ് ആയോ നോക്കാം, എന്നിട്ട് നമുക്ക് പണിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഫിഷ് ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ തീ ഓഫ് ചെയ്ത്. അപ്പൊ ഒരു സവാള എടുത്ത് കട്ട് ചെയ്യണുണ്ട്. ഒരെണ്ണം മതിയില്ലേ? പിന്നെ ഞാൻ കുറെ നോക്കി, ട്യൂണ സാൻഡ്വിച്ചിൽ ആരും ടൊമാറ്റോ ഒന്നും ഇടണില്ല. ഞങ്ങൾ കുറെ നാളായിട്ടൊരു എന്താ പറയാ, ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. ഇനി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അരിയണത് ഇതാണ് നമ്മുടെ ക്യുക്കുംബർ ആണ് കേട്ടോ. എത്ര വേണ്ടി വരും ചെയ്തട്ടാ? അത്രയൊക്കെ വേണ്ടി വരുമോ? അപ്പൊ നമുക്ക് ഇതൊന്ന് അരിയാം. ഈ ക്യുക്കുംബർ ഫ്രിഡ്ജിൽ തന്നെ വെക്കണോ അല്ലേ ചേട്ടാ? ഫ്രിഡ്ജിൽ വെക്കണമായിരിക്കും നല്ലത്. ഞാനിപ്പോ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ചു. കാരണം കാണുമ്പോ എനിക്ക് ഇത്രയും മതിയാവും. ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുനുകുനാന്നാക്കണേ. ഇടട്ടെ? സ്ലോ മോഷൻ ആക്കാൻ പറ്റുമോ? സ്ലോ മോഷൻ ആയിക്കോളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോറിയൻഡർ ലീഫാണ്. നല്ല ഫ്രഷാ. ലുലുന്ന് മേടിച്ചല്ലേ. ഇപ്പൊ നമ്മുടെ മല്ലിയില് കുരുമുളക് പൊടി അല്ലേ? അത് സാൻഡ്വിച്ച് ഇട്ടിട്ട് അല്ല ഫിഷ് ഇട്ടിട്ട് ഇട്ടാ പോരെ. അപ്പൊ അതേ നമ്മുടെ ഫിഷ് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ മുള്ളെല്ലാം മാറിക്കിട്ടും. പെട്ടെന്ന് മുള്ളി ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇനി ആ ഒരു പ്രോസസ്സിലേക്ക് പോകാം. ഇതില് മറ്റേ കുനുകുനാന്നുള്ള മുള്ളില്ലല്ലേ? ഉണ്ടാവൂ. എന്നാ ഉടയ്ക്കാൻ പോവാണ് കേട്ടാ. അതിന്റെ അത് വെച്ച് ചെയ്യല്ലേ, അതിന്റെ ഊട്ടേ കൂടി പുറത്തോട്ട് പോകും. നീ ഒരു പാത്രത്തിൽ വെക്ക്. ഊട്ടല്ല സേതോട്ടാ, ഹോൾ. ഈ നമ്മള് ഈ സാൻഡ്വിച്ച് ഈ സാൻഡ്വിച്ചേ ഇപ്പൊ നമ്മൾ ട്യൂണയൊക്കെ വെച്ച് ചെയ്യണോന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഇതിലൊന്നും കുനുകുനാന്നുള്ള മുള്ളില്ലല്ലോ. അതുകൊണ്ടാണ് ഈസി ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? എനിക്കിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോഴായിരിക്കും ഇഷ്ടം വരിക. ബോറടിക്കണ്ടല്ലേ നിങ്ങക്ക്? എനിക്കും. ഞാൻ നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണം. ചെയ്തേട്ടാ സംഗതി ഉഷാറായിട്ടുണ്ട്. സെറ്റാണ് കേട്ടോ നമ്മുടെ ട്യൂണ. ഇപ്പൊ എന്റെ ഒരു നോട്ടത്തില് മുള്ളൊന്നും ഇല്ല, എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫിഷും കൂടെ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് കമത്താം.
ഇത് മതി കണ്ട, മറ്റേ ഫുള്ള് എടുത്തെങ്കി ഉണ്ടല്ലോ കൊറേ ആയിപ്പോയാന്. ഉപ്പിടട്ടെ ഇത്തിരി. പിന്നെ സേതുട്ടൻ പറഞ്ഞ പോലെ ഇതിന്റെ കുറച്ച് ജ്യൂസ് അതൊന്നും ആവശ്യമില്ലല്ലേ, നമ്മൾ വെറുതെ ഇട്ടുന്നുള്ളൂ അല്ലേ. സേതുട്ടൻ ഒരു സ്പൂൺ കൂടെ ഇട്ടോ. ഒരു നാരങ്ങ വേണോ കേട്ടാ, ഒരു പുളി വേണമല്ലോ. ഓക്കെ, നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിട്ട് കൊടുത്തു. ഇനി മയോ, നല്ല ടേസ്റ്റാണ് മയോണൈസ്. ഇത് അല്ലേ? ഓ, ഇത് നല്ലോണം ഉണ്ട് കേട്ടോ. ഇതിൽ എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടാ. ടൈറ്റ് ഫില്ലിംഗ് അല്ലേ? കുറച്ചും കൂടെ മയോ വേണം അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ മതിയില്ല, ഇത്ര മയോ പോരെ? കൊറേ ഇട്ടാലേ. ഇനി നമുക്ക് ഉപ്പും നോക്കണം, ഇത്തിരി പെപ്പർ ഇടണം. നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പും കൂടി ഒന്ന് നോക്കണേ. നമ്മുടെ കുരുമുളകാ നല്ലത്. നമ്മള് തീരുമ്പോ പൊടിച്ചെടുക്കണേ. ഇനി വല്യമ്മയുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോ നമുക്ക് വാങ്ങായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. ടേസ്റ്റ് ഞാൻ ഇപ്പൊ പറയണില്ല, ലാസ്റ്റേ പറയുള്ളൂ. നമുക്ക് ഒരു പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. വേണ്ട അല്ലേ, തേച്ചാ മതി. അയ്യോ, വേറൊരു സാധനം ഇട്ടില്ല. മസ്റ്റർഡ് സോസ്. മസ്റ്റർഡ് ഇതിന്റെ അകത്താണ് ഇടുന്നത്. ഞാൻ പറയട്ടെ, ഇതിന്റെ ഒന്നും ഒരു ആർഭാടവും വേണ്ട, ഇത്രയും മതി. വേറൊരു സാധനം ഇടണമെന്നില്ല കേട്ടോ, ഇതൊക്കെ വെറുതെയാണ്. ഇനി ഇതിട്ടിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോ ടേസ്റ്റ് ചെയ്ത് ഇല്ലാതെ പോവും. ചെറിയ വ്യത്യാസം വന്നില്ല. നമുക്കിനി ചെയ്യാം. ഒരു സ്റ്റെപ്പും കൂടി ഹയറായി. സത്യം അല്ലേ, ആ ഒരു ചേഞ്ച് എന്താ അല്ലേ. ഞാൻ വേണ്ടെന്നാ പറഞ്ഞത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 93. പക്ഷെ ഇത് നമ്മൾ എന്തിനാ പിന്നെ യൂസ് ചെയ്യാ? ബ്രെഡില് നമുക്ക് ബട്ടറും മിന്റ് മയണൈസും ഒക്കെ തേച്ച് റെഡിയാക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കണ്ടേ? നമുക്ക് വന്ന ബ്രെഡ് ഒന്ന് നോക്കിയാൽ ഈ ബ്രെഡ് ആദ്യമായിട്ടാണ് അടിക്കുന്നത്. ഇതെന്താ സ്റ്റാർ ഷേപ്പ്. അപ്പൊ നമ്മൾ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കും. നമ്മള് ഒരു നമ്മൾ ഈ ഒരു എല്ലാത്തിലും നമ്മൾ ഈ ബട്ടറൊക്കെ തേക്കുമ്പോഴേ ഇതിൽ പിശുക്ക് കാണിക്കരുത്. നമുക്ക് ഈ ഒരു ബ്രെഡില് ഒരു പകുതിയിൽ കുറച്ച് മിന്റ് മയവും കൂടെ ആഡ് ചെയ്യും, ചെറുതായിട്ട്, ഭയങ്കരമായിട്ടല്ല. ഓക്കെയാണോ? ഇനി നമുക്ക് ഫില്ലിങ്ങും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് കുറച്ച് കട്ടിക്കിരിക്കണം കേട്ടാ, എന്നാലാണ് നല്ല ഇതാവുള്ളൂ. അത്യാവശ്യം കട്ടി വേണം, അതായത് ഒരു ബ്രെഡിന്റെ കട്ടി വേണം അല്ലേ ചേട്ടാ? ഇത് മതിയാവൂ. അപ്പൊ നമ്മളിതാ കവർ ചെയ്യാൻ പോവാണ് ഈ നമ്മൾ നേരത്തെ തേച്ച ബട്ടറിൽ കേട്ടാ. അടക്കട്ടെ? കുറച്ചും കൂടെ. ഓക്കെ ആണോ? അപ്പൊ ഞാനിനി ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങക്ക് ബോറടിക്കും. 5 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയേക്കണത്. നമുക്ക് പിശിക്കണമെങ്കിൽ കുറച്ച് 7, 8 ഉണ്ടാക്കാം. നമ്മൾ ഫില്ലിങ് നന്നായിട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വയർ ഫില്ലാവാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. അപ്പം എന്നാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ. അടിപൊളി അല്ലേ സേതുട്ടാ? ലുക്ക് വൈസ് ഒക്കെ അടിപൊളി. നോക്കി ഒന്ന് അടുത്ത് കാണിക്കേ. എല്ലാവർക്കും കൊതി വന്നിട്ട് പറ്റുള്ള. സേതുട്ടൻ വാങ്ങിയ ബ്രെഡ് മൊത്തം ഞങ്ങൾ എടുത്ത്. അപ്പൊ എത്ര ബ്രെഡ് ഉണ്ട്? 10 ബ്രെഡ് അല്ലേ? നല്ല ബ്രെഡാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇനി വേഗം ടേസ്റ്റ് ചെയ്യാൻ നോക്കാം, കാരണം ലച്ചുവിനൊക്കെ ക്ഷമ കെട്ടിയിരിക്കണം. നമുക്ക് വേഗം കഴിക്കാം. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ചിന്റെ ലുക്ക്. ക്യാമറ ഓൺ ചെയ്യ്. റെക്കോർഡിംഗ് ആണ്. ഇനി നമുക്ക് കഴിച്ചാലോ നമ്മുടെ സാൻഡ്വിച്ച്? ഓരോരുത്തരും എടുത്തോ. അപ്പൊ സാൻഡ്വിച്ച് ടേസ്റ്റ് റിവീൽ ടൈം. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. കഴിച്ചോ? അല്ല സേതുട്ടൻ കഴിക്കട്ടെ? കഴിച്ചോ.
സൂപ്പർ. ലച്ചുവിനടുത്ത് ഞാൻ കഴിച്ചു നോക്കിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടടാ. കഴിച്ചോട്ടാ. ചെയ്തിട്ട് ഇത് പിടിച്ച ഞാനിത് കട്ട് ചെയ്യണമെന്ന് എടുത്തേ. വെയിറ്റ് ഉണ്ടല്ലേ. നല്ല ഫില്ലിങ് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ലഞ്ച് ഇതാണ്. ക്യാമറ ഓൺ അല്ലല്ല. ക്യാമറ ഇപ്പഴാണ് ഓൺ ആയത്. അത് തരുമ്പോ നോക്കണ്ടേ. നീ അപ്പൊ നേരത്തെ റെക്കോർഡ് ചെയ്തില്ലേ? ഞാൻ കഴിക്കണമെന്ന് എടുത്തിട്ടില്ല. അപ്പൊ അവിടെ സൈഡിൽ വെച്ച് നോക്കട്ടെ. കഴിച്ചോ. നല്ല അടിപൊളി സാൻഡ്വിച്ച് കേട്ടാ. നേരത്തെ റെക്കോർഡ് ചെയ്തതൊന്നും പോന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുണ്ടെങ്കിൽ എനിക്ക് എന്ത് വെയിറ്റ് ഉണ്ട് കേട്ടാ. ഇതൊക്കെ കഴിഞ്ഞാലേ എനിക്കൊന്നും കഴിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ട നല്ല ഫില്ലിങ് ഒക്കെ വെച്ചിട്ട് വയറ് നിറയണ സാൻഡ്വിച്ചാണ്. ഞാൻ ചെക്ക് ചെയ്യട്ടെ. സൗണ്ട് വരില്ല. അപ്പൊ ഞാനും കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. ആണല്ലേ. ആ പിക്കിളൊക്കെ വരുമ്പോഴാണല്ലോ അതിന്റെ ഒരു അടിപൊളി. ആ പിക്കിളുടെ ടേസ്റ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ. എരിവ് ഇത്രയും കൂടി ആവാമോ? ഞാൻ പറഞ്ഞേ കടയിലൊന്നും ഇത്ര ക്വാളിറ്റിയിൽ കിട്ടില്ല. ടേസ്റ്റാ ഇടുക്കാച്ചി. എനിക്കൊരു അടിപൊളിയാണേ. ടേസ്റ്റ് വന്നിട്ടേ പറയാൻ പറ്റുള്ള. നമുക്ക് ആ ഫിഷില്ലേ, ശരിക്കും ഫിഷിനൊരു പുളി വേണം. അപ്പൊ ആ ഈ പിക്കിൾഡ് കുക്കുംബറൊക്കെ വന്നാലാണ് നമുക്ക് ആ ഒരു മത്തിക്കണ ഒരു എഫക്റ്റ് പോവുള്ളൂ. ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ. എല്ലാവരും സാധാരണ കുക്കുംബർ അരിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ലെമൺ ഇങ്ങനെ ക്വീസ് ചെയ്യാത്ത. എനിക്ക് ഈ ഹാഫ് കഴിച്ചപ്പോ തന്നെ പകുതിയോളം വയറ് ഫില്ലായി. ഇത് ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോ എന്താണെങ്കിലും ഫില്ലിങ് നന്നായിട്ട് വെക്കണം അല്ലേ. അല്ലെങ്കിൽ അത് സാൻഡ്വിച്ച് ആവില്ല. എന്തിനാ അവക്ക് വേണ്ട. ചെയ്തോണ്ടാണെങ്കിൽ പറഞ്ഞത് ഉണ്ടാക്കിക്കുള്ള ബ്രെഡ് മൊത്തം ഉണ്ടാക്കിക്കോ. എനിക്ക് രണ്ടൊക്കെ വേണ്ടി വരും. എനിക്ക് അപ്പളേ തോന്നിയായിരുന്നു ഇത് ഇത്രയും കഴിക്കുമ്പോ തന്നെ വയറ് ഫില്ലാവുന്നു. അപ്പൊ ഞങ്ങളിത് കഴിച്ച് ഫിനിഷ് ആക്കട്ടെ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത അടിപൊളിയായ വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരാം. ബൈ. അതോടൊപ്പം നിങ്ങൾ ഈ സാൻഡ്വിച്ച് എന്താണെങ്കിലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.